ചെയ്യാൻ പോകുന്നത് പനീർ ദം ബിരിയാണി. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ചെക്ക് ഔട്ട് ടുഡേസ് റെസിപ്പി. ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പനീർ മാരിനേറ്റ് ചെയ്യാൻ പോകുകയാണ്. ഇതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 300 ഗ്രാം പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തതായി നമ്മൾ ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിനായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കറുവപ്പട്ട, തക്കോലം, ജാതിപത്രി, ഏലക്കായ, ഗ്രാമ്പൂ എന്നിവയാണ്. ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന 2 കപ്പ് ബസ്മതി റൈസ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരി 90% കുക്കാകുന്നത് വരെ തിളപ്പിക്കുക. അതിനുശേഷം വെള്ളം ഊറ്റി റൈസ് മാറ്റിവെക്കുക. ഒരു ബിരിയാണി പോട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കാഷ്യൂസും റൈസിൻസും വറുത്ത് മാറ്റിവെക്കുക. അതേ നെയ്യിലേക്ക് ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 2 ഏലക്കായ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് അരിഞ്ഞതും 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുക. രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക.
നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോകുകയാണ്. അതിനായി ഒരു തവയുടെ മുകളിലേക്ക് ബിരിയാണി പോട്ട് പ്ലേസ് ചെയ്യുക. ഇനി ഫസ്റ്റ് ലെയർ റൈസ് ചേർക്കുക. അതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ആൻഡ് റൈസിൻസ് ചേർക്കുക. കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർക്കുക. ഫസ്റ്റ് ലെയർ റൈസ് സെറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ ഓഫ് റൈസ് ചേർക്കുക. ഇതിലേക്ക് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ്, റൈസിൻസ് എന്നിവ ചേർക്കുക. അതോടൊപ്പം ഒരു നുള്ള് ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ദം ബിരിയാണി റെഡി ആയിരിക്കുന്നു. പനീർ ലവേഴ്സിന് ഡെഫിനറ്റായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി ആയിരിക്കും ഇത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in the next video.